അനധികൃത കുടിയേറ്റക്കാരെ തടയാൻ പഠിച്ച പണി 18 നോക്കുകയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ. ആസാമിലാണ് ഹിമന്ത് ബിശ്വ ശർമ്മ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്നത് നമുക്കറിയാം. ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ പുറത്തുവിട്ട ഒരു വാർത്ത പ്രകാരം അവിടെയുള്ള ഹിന്ദുക്കൾക്ക്, അതായത് കൂടുതൽ മറ്റ് ഇതര കമ്മ്യൂണിറ്റി തിങ്ങിപ്പാർക്കുന്നതിനിടയിൽ താമസിക്കുന്ന 100-150 ഹിന്ദുക്കൾക്ക് വെപ്പണുകൾ, അതായത് തോക്കുകൾ കൊടുക്കാൻ പോലും അവിടെ ഹിമന്ത് ബിശ്വ ശർമ്മ തയ്യാറായി എന്നുള്ളതാണ് ഇപ്പോഴിതാ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം. ഓഗസ്റ്റ് 21-ന് അസം സർക്കാർ ഒരു വലിയ തീരുമാനമെടുത്തിരിക്കുകയാണ്. സംസ്ഥാനത്ത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇനി ആധാർ കാർഡ് നൽകില്ല എന്നാണ് അസം സർക്കാർ തീരുമാനിച്ചത്. അനധികൃത കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് തടയാനാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു. ഈ വർഷം ഒക്ടോബർ മുതൽ ഈ സംവിധാനം നടപ്പിലാക്കും. ഇതിനായി സർക്കാർ ഒരു വിജ്ഞാപനവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നേരത്തെ ചില സമുദായങ്ങൾക്ക് കുറച്ചു കാലത്തേക്ക് ഇളവ് നൽകിയിരുന്നു. അതായത് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കും ആധാർ കാർഡ് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അത് തടയാനാണ് ഇതെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ആധാർ കാർഡ് ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ ആധാർ കാർഡിന് അപേക്ഷിക്കാൻ 1 മാസം മാത്രം സമയം നൽകും. എന്നിരുന്നാലും തേയിലത്തോട്ടങ്ങളിൽ താമസിക്കുന്ന ആദിവാസികൾക്കും പട്ടികജാതി പട്ടികവർഗ അങ്ങനെയുള്ള 18 വയസ്സിന് മുകളിലുള്ളവർക്കും അടുത്ത 1 വർഷത്തേക്ക് ആധാർ കാർഡുകൾ ലഭ്യമാക്കാൻ ഞാൻ ശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആധാർ കാർഡിന് ഇതുവരെ അപേക്ഷിക്കാതിരുന്നവർക്ക് സെപ്റ്റംബർ 1 മുതൽ ഇപ്പോൾ അപേക്ഷിക്കാം. അടുത്ത 1 മാസത്തേക്ക് ഈ അവസരം തുറന്നിരിക്കും. ആധാർ കാർഡിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർ ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർ മുഖേന അപേക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പൗരന്മാരുടെ ഐഡന്റിറ്റിക്ക് മുൻഗണന നൽകുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ആധാർ കാർഡുകൾ നൽകുന്നത് നിരോധിക്കാനുള്ള തീരുമാനത്തെ കാണുന്നത്. കഴിഞ്ഞ 1 വർഷമായി ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റ സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിന് സർക്കാർ നൽകിയ ശ്രദ്ധയാണ് ഈ നീക്കം പ്രതിഫലിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.